ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ശർക്കര വരട്ടിയാണ്. ശർക്കര വരട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. 4 ഏത്തക്കായ വരുമ്പോഴത്തേനും 1/2 കിലോ ആവും. ഏത്തക്കായ അതുപോലെ നേന്ത്രക്കായ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇനി കായയുടെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞത് ഇട്ട് വയ്ക്കാനായിട്ട് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വെച്ചു. ഇനി കായയുടെ തൊലി കളഞ്ഞെടുക്കണം. 2 വശവും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തൊലി കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ തൊലി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഈ തൊലി വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ ഈ 4 കായയുടെയും തൊലി കളഞ്ഞെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ കറയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ മഞ്ഞൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഈ കായ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഡ്രെയിൻ ചെയ്തെടുത്തത് ഇതുപോലെ ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കൊണ്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇപ്പോൾ കായയിലുള്ള വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ 4 എണ്ണം ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ടല്ലോ, പക്ഷേ ഇതിനകത്ത് ഉപ്പ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ച കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കുറച്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ചിപ്സ് വറുത്തെടുക്കും പോലെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ ഉള്ളൊക്കെ നല്ലപോലെ വേവുള്ളൂ. നമ്മൾ ചിപ്സ് ആകുമ്പോഴുള്ള ഒരു ഒച്ചയുണ്ടല്ലോ, അത് കേട്ട് കൊടുക്കും. പക്ഷെ അപ്പോഴേക്കും അത് എടുക്കരുത്. കുറച്ച് സമയം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ ഇനി കുറച്ചുകൂടി നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം ഇത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ കോരിയെടുത്തൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ശർക്കരയിലിട്ട് ചേർക്കാനായിട്ട്. അപ്പോൾ കോരി എടുത്ത് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാൻ തുടങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും അത് തണുത്തോളും. വേണ്ട, നല്ലപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ആദ്യം ഒരെണ്ണം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളത് കോരിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇടികല്ല് വെച്ചൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പാനി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ കഷ്ണം ചുക്കും കൂടെ വെച്ചു. അപ്പോൾ ആ ചൂട് കൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത്. അപ്പോൾ ഇനി ശർക്കരപ്പാനി റെഡിയായത് അരിച്ച് കുറച്ച് വലിപ്പമുള്ളൊരു പാനിലിട്ട് ഒഴിക്കാം. ഇനി അതൊരു ഒറ്റനൂറ് പരുവാവണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ ചുക്കുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചുക്കുപൊടി ഒരിക്കലും ഒഴിവാക്കരുത്. ചുക്കുപൊടിയാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ശർക്കരപ്പാനി ഒറ്റനൂൽ പരുവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ആ പൊടികളുടെ ഒരു പകുതി ഇട്ട് കൊടുക്കാം. ഇനി ആ വറുത്ത് വെച്ച ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. എന്നിട്ടിത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഒരു പുറമേക്ക് ഒരു വൈറ്റ് കളർ കോട്ടിങ് പോലെയുള്ള ഒരു ഇതായിട്ട് വരുള്ളൂ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് വിട്ട് വരുന്നതാണ്. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞതിന് ശേഷം
ആണിത് നല്ലപോലെ ക്രഞ്ചി ആയിട്ട് വന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാളെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. മിക്സ് ചെയ്തതിന് ശേഷമൊക്കെ ഉള്ള ശർക്കരയുടെ പൊടികളൊക്കെയാണിത്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ശർക്കര പാനിയാക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.